ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പ്ലാവേൽ ഉണ്ടായ ചക്കയാട്ടോ ഇത്. ഞങ്ങൾ ഇന്ന് പറിച്ച്, അപ്പം അത് ഞങ്ങൾ ഇന്ന് അകത്തേന്ന് പറിച്ചെടുത്ത്. നല്ല ചുമന്ന് എന്നാ മധുരമെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നോ ഒന്ന് സംഭവം. ഞാൻ ഇത്രയും മധുരമുള്ള ചക്ക ഇന്ന് വരെ തിന്നിട്ടില്ല, അത്രയ്ക്ക് മധുരമാണ്. നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന പ്ലാവാണ് കേട്ടോ. അതാ അതിനാ 3 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ കണ്ട് ഉണ്ടാകുന്ന സൈസ്. പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുവാണ്. ദോശ, അതായത് ഇന്നലെ ഉണ്ടാക്കിയ ദോശ മിച്ചം വന്നു. അപ്പം ഞങ്ങളത് ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് പിന്നെ ഒന്ന് ചൂടാക്കി. അന്ന് ചിക്കൻ വറുത്തില്ല, വറുത്ത ചിക്കൻ കറി വെച്ചതാണ്. ചിക്കൻ കറിയും ദോശയും കൂടെ കഴിച്ചു. നല്ല അടിപൊളി ചിക്കൻ കറി. എൻ്റെ പൊന്നോ, ഈ ചിക്കൻ കറി ഒന്ന് കൂട്ടണം സത്യം. എന്താ എൻ്റെ ചേട്ടത്തി എന്ന് പറഞ്ഞ ആൾ വെക്കുന്ന കറികൾ, അവൾ എന്തു വെച്ചാലും ഭയങ്കര യമിയാണ്. പിന്നത്തെ അവൾ ആസ് യൂഷ്വൽ കപ്പക്കോല അരിച്ചിൽ പശുവിന്. പിന്നെ വൈകുന്നേരം അവൾ കുറച്ച് ഇന്നത്തെയോ അവിടെ എല്ലാം കാറ്റായിരുന്നു. ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു വൈകുന്നേരം, ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിക്ക് ശേഷം. അപ്പോൾ അതിൻ്റെ എല്ലാം ഇലകളെല്ലാം മാവേന്ന് വീണ് അതെല്ലാം അരിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ലൂക്കാച്ചൻ്റെ അക്രമം ഇപ്പം നടക്കാൻ പോകുക. ലൂക്കാച്ചനെ ഒന്ന് വിളിച്ചങ്ങോട്ട്. അപ്പം ലൂക്കാച്ചൻ ഇറങ്ങി ആദ്യം മൈൻഡ് ചെയ്തില്ല വരാനൊന്നും. അവിടെ നിന്നുകൊണ്ട് കടന്നുകൊണ്ട് ഏതാണ്ട് ഒരു പൈപ്പിൻ്റെ മുറി കിട്ടി അതിലൊരു കൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടിക്കോ. ഇവന് 1 വയസ്സ് ഈ ജനുവരിയിൽ 4-ാം തീയതി എങ്ങാണ്ട 1 വയസ്സായത്. അപ്പം ഭയങ്കര കുരുകുരുപ്പായി പല്ലിന്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കടിക്കാൻ ഇട്ട് കൊടുക്കണം അവന്. നമ്മളൊന്നും ചെയ്യത്തില്ല, ആരും ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെ. അപ്പം അവളാ അടിക്കുന്ന അത് നോക്കി ഞാനിവിടെ ഇരിക്കും. അപ്പോൾ എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ, വന്ന് എൻ്റെ അരികിൽ കിടന്നുകൊണ്ട്, നമ്മുടെ അരികിൽ കിടന്നുകൊണ്ട് എല്ലാം ചെയ്യുള്ളൂ, അങ്ങ് മാറിയൊന്നും ചെയ്യില്ല. അവനെപ്പോഴും നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ വേണം അവന്. അല്ല, ഒരു അട്രാക്ഷൻ. അതിനു വേണ്ടി നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ വിളിച്ചപ്പോഴാണ് നോക്കുന്ന ആരെങ്ങും ഇപ്പം. എന്നിട്ട് അവൾ വിളിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. ഇപ്പം ഞങ്ങൾ പറഞ്ഞാണ്ട് ശ്രേയ വന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പം ശ്രേയനെ ഭയങ്കര കാര്യം. ശ്രേയ സ്കൂളിൽ നിന്ന് കാണുമ്പോൾ വന്നെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഗേറ്റിങ്കലോട്ട് ഒരു ഓട്ടോ, പാഞ്ഞൊരു ഓട്ടോ ഉണ്ട്. നോക്കി എന്നിട്ട് അവളെ കാണുമ്പം കുരയ്ക്കാനങ്ങ് തുടങ്ങും. ഭയങ്കര ഒരു എന്താ ഇവൻ്റെ അറ്റാച്ച്മെൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്. നമുക്ക് അതുകൊണ്ട് അവനോട് ഭയങ്കര സ്നേഹം തോന്നും. കടിക്കുന്നതല്ലല്ലോ ലാഭ്. അവൻ ഇങ്ങനെ കുരയ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ. ബൗന്ന് അവൻ്റെ കുരയ്ക്കൽ പുറത്തുള്ള അവന് അൺനോൺ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കുര വേറൊരു സ്റ്റൈല്, നമ്മുടെ ആൾക്കാരുടെ അടുത്ത് വേറൊരു സ്റ്റൈല്. അങ്ങനെ പലതും പല രീതിയിലാണ്. അപ്പം ഗേറ്റിങ്ങ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക അവൾ വരുന്നതേ. പിന്നെ വന്ന് അവൾ ചേച്ചി അടിച്ചുകൊണ്ടിരിക്കുന്ന ചൂല വന്ന് വിളിക്കുന്ന രംഗം അത്. എടാ എടാ വേണ്ട ചേച്ചീനെ സ്കൂളിൽ. പിന്നെ ഞാൻ ഗേറ്റ് തുറന്ന് അവനെ പുറത്തോട്ട് വിട്ടു. മലപ്പുറത്ത് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു വേഗം പുറത്തോട്ട് വിടാൻ വേണ്ടി. അവളെ അടിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പം പുറത്തോട്ട് ഓടി അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു ലൂക്കാച്ചോന്ന് വിളിക്കുമ്പം ഓടി വരും. എവിടെയാണേലും ഓടി വരും. അയ്യോ എനിക്ക് വയ്യ. അവൻ്റെ ഒരു സ്നേഹം. അവൻ്റെ പേരാ ലൂക്കാച്ചൻ, അവനറിയാം. അതുകൊണ്ട് അവൻ വിളിക്കുമ്പോൾ എവിടെയാണേലും ഏത് മൂലയ്ക്ക് ഏത് പറമ്പിൻ്റെ കോർണറിലാണേലും അവൻ ഓടിയെത്തും. ഇപ്പോൾ ഓടി വരുവാ വിളിക്കുന്നത്. എൻ്റെ ചേട്ടത്തി വിളിക്കുന്ന കേട്ടോണ്ട് ഓടിയെത്തുക. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇപ്പം അവനങ്ങ് പൊക്കം വെച്ചുകൊണ്ട് നമ്മുടെ തലയ്ക്ക്